ഫോർമുല ഇന്നും പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. കോവിഡ് കാലയളവിന് ശേഷം സൗത്ത് ഇന്ത്യൻ സിനിമകൾ വലിയ രീതിയിലുള്ള വിജയങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അതേ ട്രാക്കിൽ പല പരീക്ഷണങ്ങളും ബി ടൗണിൽ നടത്തി. ആക്ഷൻ ട്രാക്കിൽ ഷാറുഖ് ഖാൻ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തിയ പത്താനും ജവാനും ഹിറ്റായപ്പോൾ പിന്നാലെ കുറേ ആക്ഷൻ സിനിമകൾ. അതിനുശേഷം ഹൊറർ, റൊമാൻസ്, കോമഡി, ത്രില്ലർ എന്നീ ജോണറുകളിലുള്ള സിനിമകളുടെ പല ആവർത്തനങ്ങൾ. അതിൽ ചിലതൊക്കെ രക്ഷപ്പെട്ടപ്പോൾ സൂപ്പർ താര ചിത്രങ്ങളടക്കം ഏറെയും ബോക്സ് ഓഫീസിൽ തകർന്നു വീണു. ഇപ്പോൾ പുതിയൊരു സ്റ്റൈൽ പിന്തുടരുവാനാണ് ബി ടൗണിന്റെ ശ്രമം. കാണാം ടേക്ക് 1. ബി ടൗണിലെ സമീപകാല ബോക്സ് ഓഫീസ് ഫലങ്ങളിലേക്ക് നോക്കിയാൽ തുടർഭാഗമായി എത്തുന്ന സിനിമകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. 2024 ഏറ്റവും വലിയ ഹിറ്റായ സ്ത്രീ 2 2018 ഇറങ്ങിയ ഹിറ്റ് ചിത്രത്തിന്റെ തുടർഭാഗമാണ്. 2023 സർപ്രൈസ് ഹിറ്റ് നേടിയ സണ്ണി ഡിയോളിന്റെ കരിയർ ഹിറ്റായി മാറിയ ഗദർ 2, സൽമാൻ ഖാന്റെ ടൈഗർ 3, അക്ഷയ് കുമാറിന്റെ ഓ മൈ ഗോഡ് 2, കാർത്തിക് ആര്യന്റെ ഭൂൽ ഭുലയ്യ 2, അജയ് ദേവ്ഗണിന്റെ ദൃശ്യം 2 തുടങ്ങിയവ സൂപ്പർ ഹിറ്റുകളുടെ സീക്വലായി വിജയം നേടിയ ചിത്രങ്ങളാണ്. ബോളിവുഡ് ലോകം ഇപ്പോൾ പിന്തുടരുന്നതും ഇതേ സീക്വൽ ട്രാക്കാണ്. അതായത് ബി ടൗണിൽ തുടർഭാഗങ്ങളായി ഇനി എത്തുന്നത് ഒരുപിടി ചിത്രങ്ങളാണ്. തുടർഭാഗങ്ങളുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതിൽ സൂപ്പർ താരങ്ങളായ അക്ഷയ് കുമാറും അജയ് ദേവ്ഗണുമാണ് മുൻപിൽ. അക്ഷയ് കുമാർ 3 സീക്വൽ സിനിമയിലൂടെയാണ് ഇനി എത്തുന്നത്. അത് താരത്തിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ 3ാം ഭാഗമാണ്. ജോളി LLB 3, ഹെരാ ഫെരി 3 എന്നീ ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഈ ചിത്രങ്ങൾക്ക് പിന്നാലെ താരത്തിന്റെ ഹിറ്റ് കഥാപാത്രത്തിന്റെ മറ്റൊരു അതിഥി വേഷവും പിന്നാലെ എത്തുന്നുണ്ട്. അജയ് ദേവഗൺ നായകനായി റിലീസിനൊരുങ്ങുന്ന സിംഗം എഗെയിനിൽ അക്ഷയ് കുമാറിന്റെ ഹിറ്റ് പോലീസ് കഥാപാത്രം സൂര്യവംശിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. സിംഗം സീരീസ് 3ാം ഭാഗമാണ് എഗെയിൻ സിംഗം. രോഹിത് ഷെട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രൺബീർ സിംഗ്, ദീപിക പദുക്കോൺ, ടൈഗർ ഷെറോഫ് തുടങ്ങിയവരും അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. രോഹിത് ഷെട്ടിയുടെ കോപ്പ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ സിനിമ ദീപാവലിക്ക് തിയേറ്ററിലെത്തും. ഇതിന് പിന്നാലെ അജയ് ദേവഗണിന്റെ സൺ ഓഫ് സർദാർ, റെയ്ഡ് എന്നീ ചിത്രങ്ങളുടെ 2ാം ഭാഗവും വൈകാതെ തിയേറ്ററുകളിലെത്തും. കാർത്തിക് ആര്യന് ശ്രദ്ധേയ വിജയം നേടിക്കൊടുത്ത ഭൂൽ ഭുലയ്യ 3ാം ഭാഗമാണ് അണിയറയിൽ ഒരുങ്ങുന്ന മറ്റൊരു ചിത്രം. മണിച്ചിത്രത്താഴിന്റെ റീമേക്കായി അക്ഷയ് കുമാറിനെ നായകനാക്കി പ്രിയദർശൻ 2012 ഹിന്ദിയിൽ ഒരുക്കിയ ചിത്രമായിരുന്നു ഭൂൽ ഭുലയ്യ. പിന്നീട് 2022 കാർത്തിക് ആര്യൻ നായകനായി 2ാം ഭാഗമെത്തി വലിയ വിജയം നേടിയിരുന്നു. ഇപ്പോൾ 3ാം ഭാഗത്തിൽ 1ാം ഭാഗത്തിലുണ്ടായിരുന്ന വിദ്യാ ബാലനാണ് നായികയാവുന്നത്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ബ്രഹ്മാസ്ത്ര 2 വമ്പൻ താരനിരയിലാണ് ഒരുങ്ങുന്നത്. രൺബീർ കപൂറും ആലിയ ഭട്ടും ജോഡികളായി വീണ്ടും എത്തുന്ന ചിത്രം ആദ്യ ഭാഗത്തിനേക്കാൾ വലിയ ക്യാൻവാസിലാണ് ഒരുക്കുന്നത്. ഷാറുഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, നാഗാർജുന എന്നിവർക്കൊപ്പം രൺബീർ സിംഗ്, ഹൃതിക് റോഷൻ, കന്നഡ താരം യശ് തുടങ്ങിയ താരങ്ങളും ഭാഗമാകുന്നുവെന്നാണ് റിപ്പോർട്ട്. രൺബീർ കപൂർ സൂപ്പർ ഹിറ്റ് ചിത്രം അനിമലിന് 2ാം ഭാഗം അനിമൽ പാർക്ക് അടുത്ത വർഷം ചിത്രീകരണം ആരംഭിക്കും. ഹൃതിക് റോഷനും ടൈഗർ ഷെറോഫും ഒന്നിച്ച ആക്ഷൻ ത്രില്ലർ സിനിമ വാറിന്റെ 2ാം ഭാഗം അടുത്ത വർഷം ആഗസ്റ്റ് 15-നാണ് തിയേറ്ററിലെത്തുന്നത്. 2019 ബോളിവുഡിൽ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ 2ാം ഭാഗമാണിത്. സീനിയർ താരം സണ്ണി ഡിയോൾ ഗദറിന്റെ 2ാം ഭാഗത്തിന് ശേഷം മറ്റൊരു സൂപ്പർ ഹിറ്റിന്റെ അടുത്ത ഭാഗത്തിൽ അഭിനയിക്കുകയാണ്. 1997 ബോർഡറിന്റെ 2ാം ഭാഗത്തിൽ ആയുഷ്മാൻ ഖുറാനയും ഒപ്പമുണ്ട്. ഇന്ത്യൻ പട്ടാളത്തിന്റെ പോരാട്ട കഥയാണ് 2ാം ഭാഗവും പറയുന്നത്. നടി ശ്രീദേവിയുടെ മകൾ ജാൻവി കപൂറിന്റെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം ഡടക്കിന് 2ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു. സിദ്ധാർത്ഥ ചതുർവേദിയും തൃപ്തി ദിമ്രിയും താരങ്ങളാകുന്ന ചിത്രം തമിഴിൽ വിജയം നേടിയ പരിയേരും പെരുമാളിന്റെ ഹിന്ദി റീമേക്കാണ്. ഈ ചിത്രങ്ങൾക്ക് പിന്നാലെ ഹൃതിക് റോഷന്റെ ക്രിഷ്, ഷാറുഖ് ഖാന്റെ പത്താനും സൽമാൻ ഖാന്റെ ടൈഗറും ഒന്നിക്കുന്ന പ്രോജക്ട് സ്ത്രീയുടെ അടുത്ത ഭാഗം സ്ത്രീ 3, ഡോൺ സീരീസിൽ രൺബീർ സിംഗ് നായകനാകുന്ന ഡോൺ 3, ധൂം സീരീസിലെ പുതിയ ചിത്രം എന്നിങ്ങനെ തുടർഭാഗങ്ങൾ ഏറെയാണ് ഒരുങ്ങുന്നത്. ഹിറ്റ് ചിത്രത്തിന്റെ ഹാങ് ഓവറിൽ മികച്ച ബിസിനസ് നടക്കുമെങ്കിലും മൗലികമായ സിനിമകളുടെ ക്ഷാമം ഇനി എന്ന് ബോളിവുഡിൽ അവസാനിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.